ഇന്നത്തെ വീഡിയോയിൽ ടാലി പ്രൈമിൽ പേയ്മെന്റ് വൗച്ചറും റെസീറ്റ് വൗച്ചറും എങ്ങനെയാണ് എൻ്റർ ചെയ്യാന്ന് നോക്കാം കേട്ടോ. അപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഡേ ബുക്കിലുള്ള രണ്ട് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ രണ്ട് വൗച്ചേഴ്സ് എൻ്റർ ചെയ്തതിന്റെ ഡാറ്റയാണ്. അതിൽ പർച്ചേസ് വൗച്ചറിൽ എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും പർച്ചേസ് വൗച്ചറിൽ ഏതാണ് പാർട്ടി അക്കൗണ്ട് നെയിം, ഏതാണ് പർച്ചേസ് ലെഡ്ജർ, നെയിം ഓഫ് ഐറ്റം, ടാക്സ് റേറ്റ്, ഡീറ്റെയിൽസ് എല്ലാം കാണാം അല്ലേ. അപ്പോൾ പാർട്ടി അക്കൗണ്ട് നെയിമിന്റെ അവിടെ സ്കൈ സൊല്യൂഷൻസ് എന്നാണ് എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനർത്ഥം സ്കൈ സൊല്യൂഷൻസ് ആണ് നമ്മുടെ സൺട്രി ക്രെഡിറ്റർ. അപ്പോൾ ഇദ്ദേഹത്തെ ഓൾറെഡി നമ്മൾ ലെഡ്ജറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്കൈ സൊല്യൂഷൻസ് എന്ന നെയിമും അണ്ടർ സൺട്രി ക്രെഡിറ്ററും കൊടുത്താണ് സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാർട്ടി അക്കൗണ്ട് നെയിമിന്റെ അവിടെ സ്കൈ സൊല്യൂഷൻസ് കൊടുത്തതിന് ശേഷം നമുക്ക് താഴെ വരുന്ന നെക്സ്റ്റ് ഓപ്ഷൻ ആണ് പർച്ചേസ് ലെഡ്ജർ. ഈ പർച്ചേസ് എന്നുള്ളതും നമ്മൾ ഓൾറെഡി ലെഡ്ജറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലെഡ്ജറാണ്. അണ്ടർ പർച്ചേസ് അക്കൗണ്ട് കൊടുക്കുകയും ഇൻവെന്ററി വാല്യൂസ് ഒക്കെ എസ് ആക്കിയിട്ടുണ്ടാവണം. GST ഉണ്ടെങ്കിൽ GST ഡീറ്റെയിൽസും എൻ്റർ ചെയ്തിട്ടുണ്ടാവണം. ഇങ്ങനെ പർച്ചേസ് ലെഡ്ജർ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് വരുന്നത് നെയിം ഓഫ് ഐറ്റം ആണ്. സ്കൈ സൊല്യൂഷൻസ് എന്ന് പറയുന്ന പാർട്ടിയുടെ കയ്യിൽ നിന്നും നമ്മൾ പർച്ചേസ് ചെയ്ത ഐറ്റത്തിന്റെ പേരാണ് വൈറ്റ് ബോർഡ്. ദെൻ അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ക്വാണ്ടിറ്റി, റേറ്റ് തുടങ്ങിയവ. 25 നമ്പേഴ്സ് ആണ് നമ്മൾ വൈറ്റ് ബോർഡിന്റെ ക്വാണ്ടിറ്റി. 25 വാങ്ങിക്കുകയും ഒരെണ്ണത്തിനുള്ള റേറ്റ് ആണ് 2500 രൂപ. അപ്പൊ ടോട്ടൽ വരുന്ന എമൗണ്ട്, അതായത് 25 ഇൻറ്റു 2500 ആണ് 62,500 എന്നുള്ള ടോട്ടൽ എമൗണ്ടിൽ വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ താഴെ, ഇപ്പോൾ വൈറ്റ് ബോർഡിന്റെ താഴെ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് സ്റ്റോക്ക് ഐറ്റം അടിക്കാനുള്ള ഓപ്ഷൻ ആണ്. വീണ്ടും ഒരു തവണ കൂടെ എൻ്റർ ചെയ്യുമ്പോൾ അത് ലെഡ്ജർ വരുന്ന പൊസിഷൻ ആണ്. അവിടെ ലെഡ്ജർ ആയിട്ടാണ് CGSTയും SGSTയും നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിന്റെ ഗ്രൂപ്പ് ആയിട്ടുള്ള അണ്ടറിലാണ് നമ്മൾ CGSTയും SGSTയും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് റേറ്റും കാര്യങ്ങളെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 9% വെച്ചിട്ടാണ് CGSTയും SGSTയും കാണിച്ചിരിക്കുന്നത്. അതിനർത്ഥം വൈറ്റ് ബോർഡ് എന്ന് പറയുന്ന സ്റ്റോക്ക് ഐറ്റത്തിന്റെ GST 18%. അപ്പോൾ പ്രൊഡക്റ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത്, അതായത് 25 ക്വാണ്ടിറ്റിയും റേറ്റ് 2500 വരുമ്പോൾ ടോട്ടൽ വരുന്ന എമൗണ്ട് 62,500 ആണ്. എന്നാൽ GSTയും കൂടെ ചേർത്ത് ടോട്ടൽ നമുക്ക് ബില്ലിൽ വരുന്ന തുക എത്രയാണ്? 73,750. ഇതാണ് ടോട്ടൽ എമൗണ്ട്. ഇങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്തു. ഈ പർച്ചേസ് ചെയ്ത തുക ഇനി സ്കൈ സൊല്യൂഷൻസിന് നമ്മൾ ക്യാഷ് കൊടുക്കണമല്ലോ. അത് നമ്മൾ എൻ്റർ ചെയ്യുന്ന വൗച്ചർ ആണ് പേയ്മെന്റ് വൗച്ചർ. അതേപോലെ തന്നെ ഇതിപ്പോ പർച്ചേസ് ആണ്. ഇനി നെക്സ്റ്റ് ഒരു സെയിൽസ് നോക്കൂ. സെയിൽസ് വൗച്ചറിൽ പാർട്ടി അക്കൗണ്ട് നെയിമിന്റെ അവിടെ PKY സൊല്യൂഷൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേര് നമ്മൾ ലെഡ്ജറിൽ ഓൾറെഡി സൺട്രി ഡെപ്റ്ററുടെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്തതാണ്. അതിനുശേഷം അതിന്റെ താഴെ സെയിൽസ് ലെഡ്ജർ ഉണ്ട്. സെയിൽസും നമ്മൾ ഓൾറെഡി സെയിൽസ് അണ്ടർ സെയിൽസ് അക്കൗണ്ട് എന്ന പേരിൽ ഇൻവെന്ററി വാല്യൂ എസ് ആക്കിയും GSTയുടെ റേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ലെഡ്ജറിൽ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ സെയിൽസ് ലെഡ്ജറിന്റെ താഴെ ഏത് ഐറ്റം ആണ് നമ്മൾ PKY സൊല്യൂഷൻസിന് വിറ്റിരിക്കുന്നത്? വൈറ്റ് ബോർഡ് തന്നെയാണ്. വിറ്റിരിക്കുന്നത് എത്ര ക്വാണ്ടിറ്റിയിലാണ്? 10 എണ്ണമാണ് വിറ്റിരിക്കുന്നത്. ഒരെണ്ണത്തിന് എത്ര രൂപ വെച്ചിട്ടാണ് വിറ്റിരിക്കുന്നത്? 3500 രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ നമുക്ക് കിട്ടേണ്ട തുകയാണ് 35,000 രൂപ. എന്നാൽ ഇതിന്റെ കൂടെ GSTയും കൂടെ നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ടോട്ടൽ നമുക്ക് റിസീവ് ചെയ്യേണ്ട തുകയാണ് കഴ്സറിൽ കാണിക്കുന്നത്. നോക്കുക, 41,300 രൂപയാണ് നമുക്ക് കിട്ടേണ്ട തുക. അപ്പൊ നേരത്തെ നമ്മൾ പർച്ചേസ് ചെയ്ത സ്കൈ സൊല്യൂഷൻസിന് പേയ്മെന്റ് കൊടുക്കുകയും വേണം. ഇപ്പൊ നമ്മൾ സെയിൽ ചെയ്ത PKY സൊല്യൂഷൻസിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ക്യാഷ് കിട്ടിയ റെസിപ്റ്റ് കാണിക്കുകയും വേണം. അപ്പൊ അതിനുവേണ്ടി ടാലിയുടെ സ്റ്റാർട്ടപ്പ് സ്ക്രീനിൽ നിന്നും വൗച്ചർ എന്ന ഓപ്ഷനിലേക്ക് പോവാം. ഇതിൽ നിന്ന് പർച്ചേസിന്റെയും സെയിൽസിന്റെയും ഫംഗ്ഷൻ കീ എസ് ആക്കിയിട്ടാണ് നമ്മൾ ഇപ്പൊ കാണിച്ച പർച്ചേസും സെയിൽസും ചെയ്തത്. അപ്പൊ ഇനി പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ പേയ്മെന്റിന്റെ ഫംഗ്ഷൻ കീ ആണ് F5. അപ്പൊ റൈറ്റ് സൈഡിലുള്ള ടൂൾ ബാറിൽ നിന്നും ഒന്നുകിൽ നിങ്ങൾക്ക് കഴ്സർ യൂസ് ചെയ്ത് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഫംഗ്ഷൻ കീ ആയിട്ടുള്ള F5 കീബോർഡിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, അപ്പൊ ഇവിടെ പേയ്മെന്റിൽ ആദ്യം നമ്മളോട് ചോദിക്കുന്നത് DR എന്നുള്ള അബ്രീവിയേഷൻ ആണ്, അഥവാ ഡെബിറ്റ്. അപ്പൊ പേയ്മെന്റ് ചെയ്യുമ്പോൾ സ്കൈ സൊല്യൂഷൻസ് ആണ് നമ്മുടെ സൺട്രി ക്രെഡിറ്റർ. അപ്പൊ ക്രെഡിറ്റർക്ക് പേയ്മെന്റ് ചെയ്യുമ്പോൾ വരുന്ന ജേർണൽ എൻട്രി എന്താ? സ്കൈ സൊല്യൂഷൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് വഴിയാണോ ബാങ്ക് വഴിയാണോ പേയ്മെന്റ് ചെയ്യുന്നത്, അതാണ് അതിനകത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഡെബിറ്റിൽ എന്താ വരേണ്ടത്? സ്കൈ സൊല്യൂഷൻസ് ആണ്. അങ്ങനെ പാർട്ടിയുടെ പേര് നമുക്ക് ഈ റൈറ്റ് സൈഡ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ടിൽ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കണം. സ്കൈ സൊല്യൂഷൻസ് എന്ന് കാണിക്കുമ്പോൾ തന്നെ കഴ്സർ നോക്കുക, കറന്റ് ബാലൻസ് താഴെ നമ്മൾ പർച്ചേസിൽ വായിച്ച ടോട്ടൽ എമൗണ്ട് 73,750 രൂപ ഓട്ടോമാറ്റിക്കലി ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എത്ര രൂപയാണ് ഇപ്പൊ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത്? ഒരു പക്ഷേ നമ്മൾ 73,750 രൂപ ഒരുമിച്ച് കൊടുക്കുന്നുണ്ടാവില്ല. കുറവാണെങ്കിൽ അത് അടിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ മുഴുവൻ എമൗണ്ട് ആണെങ്കിൽ ഇവിടെ നമുക്ക് ആ ടോട്ടൽ എമൗണ്ട് അടിച്ചു കൊടുക്കാം.
എമൗണ്ട് എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ക്രെഡിറ്റിന്റെ അബ്രിവിയേഷൻ വന്നു. ഇവിടെ നമുക്ക് ക്യാഷ് വഴിയാണോ ബാങ്ക് വഴിയാണോ പേയ്മെന്റ് ചെയ്യുന്നത് അത് അടിച്ചു കൊടുക്കുക. അപ്പോൾ ബാങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ക്യാഷ് ഓൾറെഡി ഡീഫോൾട്ട് ആയിട്ട് വരുന്ന ലെഡ്ജർ ആണ്, നമുക്ക് ക്യാഷ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ക്യാഷിന്റെ നെഗറ്റീവ് ബാലൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഷോ ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ക്യാഷിൽ എമൗണ്ട് വരുന്നത്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് പേയ്മെന്റ് ആയിട്ട് കാണിക്കുന്നത് കൊണ്ട് ക്യാപിറ്റലിന്റെ എമൗണ്ട് കാണിക്കാത്തത് കൊണ്ട് നെഗറ്റീവ് ബാലൻസ് കാണിക്കുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് പേയ്മെന്റ് എൻ്റർ ചെയ്യുന്നത്. നറേഷൻ ആവശ്യമെങ്കിൽ നമുക്ക് കൊടുക്കാം. ആർക്കാണ് പേയ്മെന്റ് ചെയ്തത്, ഏത് ഡേറ്റിലാണ് പേയ്മെന്റ് ചെയ്തത്, എത്ര രൂപയാണ് പേയ്മെന്റ് ചെയ്തത് എന്ന ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നറേഷനിൽ അടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ PKY സൊല്യൂഷൻസിന്റെ കയ്യിൽ നിന്നും ക്യാഷ് കിട്ടിയത് റിസീപ്റ്റ് വൗച്ചറിൽ കാണിക്കണം അല്ലെ. അപ്പൊ അതിനുവേണ്ടി റിസീപ്റ്റ് വൗച്ചറുടെ ഫംഗ്ഷൻ കീ ആയിട്ടുള്ള F6 പ്രസ് ചെയ്യാണ്. അപ്പൊ റിസീപ്റ്റ് വൗച്ചർ വന്നു. പേയ്മെന്റ് വൗച്ചർ എടുത്ത സമയത്ത് ആദ്യം നമുക്ക് F5 പ്രസ് ചെയ്തപ്പോൾ ഡെബിറ്റിന്റെ അബ്രിവിയേഷൻ ആണ് കാണിച്ചത്. ഡെബിറ്റിൽ ഏത് അക്കൗണ്ട് ആണോ വരുന്നത് അത് ആദ്യവും ക്രെഡിറ്റിൽ വരുന്ന അക്കൗണ്ട് രണ്ടാമതും ഇങ്ങനെയാണ് കാണിച്ചിരുന്നത്. എന്നാൽ റിസീപ്റ്റിൽ നോക്കൂ, ആദ്യം കാണിക്കുന്നത് ക്രെഡിറ്റ് ആണ്. അപ്പോൾ PKY സൊല്യൂഷൻസിന്റെ കയ്യിൽ നിന്നും ക്യാഷ് കിട്ടുമ്പോൾ വരുന്ന ജേണൽ എൻട്രി ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു PKY സൊല്യൂഷൻസ് എന്നാണ്. അപ്പൊ ക്രെഡിറ്റിൽ വരേണ്ടത് പാർട്ടിയുടെ നെയിം ആണ് അല്ലെ. അപ്പൊ പാർട്ടിയുടെ നെയിം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. കറന്റ് ബാലൻസിൽ കാണിക്കുന്നുണ്ട് 41,300. അപ്പൊ എത്ര രൂപയാണ് നമുക്ക് ഇപ്പൊ കിട്ടുന്നത് അതാണ് അടിച്ചു കൊടുക്കേണ്ടത്. മുഴുവനായിട്ട് കിട്ടുകയാണെങ്കിൽ ഈ എമൗണ്ട് മുഴുവൻ നമുക്ക് അടിക്കാം. അതിനുശേഷം ഡെബിറ്റിന്റെ അബ്രീവിയേഷൻ വന്നു. അവിടെ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്, ക്യാഷ് ആയിട്ടാണോ കിട്ടുന്നത് അതോ ബാങ്ക് വഴിയാണോ കിട്ടുന്നത്. അപ്പൊ ക്യാഷ് വഴിയാണെങ്കിൽ ക്യാഷ് കൊടുക്കാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നറേഷനും കാര്യങ്ങളും അടിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് അടിച്ചു കൊടുത്തതിന് ശേഷം ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ കടത്തിന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന് ക്യാഷ് കൊടുക്കുമ്പോഴും, അതേപോലെ കടത്തിന് സാധനം വിൽക്കുകയാണെങ്കിൽ പിന്നീട് ക്യാഷ് കിട്ടിയതായിട്ടും പേയ്മെന്റിലും റിസീപ്റ്റിലും ഇങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത് ടാലി പ്രൈമിൽ. ഓക്കെ, താങ്ക് യു.